ബോസ് ഹൗസിൽ ഇപ്പോൾ ജയിൽ നോമിനേഷനാണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഹൗസിനകത്ത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആദിലയും അനീഷും ആയതുകൊണ്ട് തന്നെ ജയിലിനകത്ത് കിടന്നിട്ട് അവർ പരസ്പരം സംസാരിച്ച് എല്ലാം പറഞ്ഞു തീർക്കട്ടെ. അതിനായിട്ട് ഷാനവാസ് മുതലുള്ള 9 പേര് സെലക്ട് ചെയ്യുന്നത് ആദിലയെയും അനീഷിനെയുമാണ്. ജിസയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ വെസൽ ടീമിലുള്ള ആദിലയെ ക്യാപ്റ്റന എത്ര പോയി വിളിച്ചാലും 20 മിനിറ്റോളം വിളിച്ചു കഴിഞ്ഞാലും ആദില മൂടില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയാണ് ചെയ്യുന്നത്. മാത്രമല്ല അനീഷിനോട് കാണിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇറിറ്റേഷൻ വരുന്നുണ്ട്. ഇതേ കാര്യം തന്നെയാണ് ആദിലയെ നോമിനേറ്റ് 9 പേരും പറഞ്ഞിരിക്കുന്നത്. കൂട്ടത്തിൽ അക്ബർ ഒരു കാര്യം കൂടി പറഞ്ഞു. ടാസ്കിനിടയിൽ അനീഷ് നടന്നു പോകുമ്പോൾ ആദില ഓടിച്ചെന്ന് അനീഷിൻ്റെ മുതുകിൽ ഒരു അടി കൊടുത്തു. കൂടാതെ ഒരു തെറിയും വിളിച്ചു. അതെന്താണെന്ന് അക്ബർ പറയുന്നുണ്ട്, നമുക്കത് ഈ വീഡിയോയിൽ പറയാൻ പറ്റില്ല. അവിടെ കേട്ടവരെല്ലാം അത് അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ ആദിലയെ 9 പേരാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ബോട്ടിൽ ടാസ്കിൻ്റെ സമയത്ത് അനീഷ് ബോട്ടിലുകളെല്ലാം എറിഞ്ഞ് ചവിട്ടി പൊട്ടിച്ചതിൻ്റെ പേരിലാണ് അനീഷിനെ 9 പേര് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊന്നും നമുക്കിപ്പോൾ പറയാനൊക്കില്ല. കാരണം ആദിലയും അനീഷുമാണ് ജയിലിൽ കിടക്കുന്നത്. ഒന്നിനൊന്ന് മെച്ചാണ്. എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ പ്രേക്ഷകർ സഹിക്കണം. എന്നാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.